നിലമ്പൂരിലെ സുൽത്താൻ TV അൻവറിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ കത്രിക അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട ശരിക്കും പെരുന്നാൾ വന്നിരിക്കുന്നത് ഇലക്ഷൻ്റെ ഇടയ്ക്കാണ്. നമ്മൾ നിലമ്പൂർ നിൽക്കുകയാണ്, നാട്ടിപ്പോക്ക് നടക്കില്ല, എന്താ ചെയ്യാം? അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു, പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അവധി എടുത്തിട്ട് ഇവിടെ ഇത്രയും നേരം ദൂരം പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ആഘോഷിക്കാം എന്ന് കരുതി. പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ ഒരു കടയിൽ കയറിയാൽ ചെയ്യും അല്ലേ? ഡ്രസ്സ് എന്തായാലും വേണം. ഡ്രസ്സും കൂടി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. ഏതായാലും പെരുന്നാൾ നിലമ്പൂരായി. പെരുന്നാളിന് വലിയൊരു സംഭവം ഉള്ളത്, പെരുന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ബിരിയാണിയാണ് വരിക. അല്ല, ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ അസ്ലമക്ക, ഞാൻ തിരുവനന്തപുരത്ത് അസ്ലമക്കയുടെ ജോലി ചെയ്യുന്ന സമയത്ത് അസ്ലമക്ക ബിരിയാണി കൊണ്ടുതരും, വീട്ടിൽ അല്ല ഓഫീസിൽ കൊണ്ടുവരും. അസ്ലമക്ക നല്ല ഗംഭീര കുക്കാണ്. അല്ല, ഒരു മട്ടൻ ബിരിയാണി വെച്ച് തരണം എന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് തിരക്കായത് കൊണ്ട് പറ്റില്ല എന്ന് അത് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരുന്ന ബിരിയാണിയൊക്കെ അസീന വൈഫ് വെക്കുന്ന ബിരിയാണിയാണ്. അത് വെച്ച് എന്റെ ടേസ്റ്റ് ഇളക്കട്ടെ. എന്തായാലും നമുക്ക് പെരുന്നാൾ എടുത്ത് നോക്കാം. ഞങ്ങൾ ഇലക്ഷനിൽ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാൾ എവിടെയാണ്? നിലമ്പൂരിൽ തന്നെ ആഘോഷിക്കണം. ഞാൻ തിരുവനന്തപുരത്താരാണ്. എങ്ങനെയുണ്ട് പെരുന്നാളിന്റെ ഒരു ഇതൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ഓളമുണ്ട്. ഇലക്ഷന്റെ ഒരു ഓളം എങ്ങനെയുണ്ട്? ഇലക്ഷൻ്റെ ഓളം രണ്ടും കൂടിയാണ് ഇവിടെ. ഇപ്പോൾ നിലമ്പൂർ മൊത്തത്തിലൊരു പെരുന്നാളാണ്. ഇപ്പോൾ ഈ ഇലക്ഷന്റെ ഓളമാണോ പെരുന്നാളിന്റെ ഓളമാണോ വലുത്? ഇവിടെ രണ്ടും കൂടിയാണുള്ളത്. പുറമേ ആണെങ്കിൽ ഇലക്ഷൻ്റെ ഓളാണ് കൂടുതലുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ? വലിയ മുൻ MLA ഉണ്ട്, CPM-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്, UDF-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്. എങ്ങനെ തോന്നുന്നു ഇലക്ഷന്റെ ഒരു പോരാട്ടത്തെ എങ്ങനെ കാണുന്നു? എന്തായാലും ഇവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് എന്തായാലും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പെരുന്നാൾ കച്ചവടം ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ മൊത്തത്തിലൊരു ഉത്സവത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഉത്സവം ഒരു ഭാഗത്തും പർച്ചേസിൻ്റെ ഉത്സവം വേറൊരു ഭാഗത്തുമായിട്ട് മൊത്തത്തിൽ നല്ലൊരു ഉത്സവ പ്രതീതിയാണ്. പെരുന്നാളും തെരഞ്ഞെടുപ്പുള്ള ഒരു വ്യത്യസ്തത, ഒരു ഫീലിംഗ് മൊത്തത്തിൽ കസ്റ്റമറിനുണ്ട്, നമുക്കുണ്ട്. താങ്ക് യു. നമുക്ക് പോയാലോ? എവിടെ നമ്മുടെ മെൻസ് എവിടെയാണ്? നമ്മുടെ മെൻസ് വെയർ ഫ്ലോറിലാണ്, സെക്കൻഡ് ഫ്ലോറിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ബിരിയാണി അല്ലല്ലോ? അല്ല, ബിരിയാണി അല്ല. കലോത്സവ സമയത്ത് ഞാനൊരു പ്രതിജ്ഞ, ജിൽസിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഷംസി കല്യാണം കഴിച്ചിട്ട് ഞാൻ കോഴിക്കോട് ജില്ലയിൽ എനിക്ക് കാലുകുത്ത് വന്നു. പക്ഷേ എനിക്ക് ആ പ്രതിജ്ഞ തെറ്റിക്കേണ്ടി വന്നു. ഇവൻ്റെ അടുത്ത് ഞാൻ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് ഇവരോട് കല്യാണം കഴിക്കുന്നില്ല. ഇതില് കമന്റ് ഇല്ല. നമ്മുടെ ഈ അൻവറിനെ കുറിച്ച് നമ്മൾ ആര്യാടൻ മുഹമ്മദ് ചോദിക്കുമ്പോൾ ഇതൊക്കെ നേതാക്കളാണ് മറുപടി എന്ന് പറയുന്നത്. അദ്ദേഹം ഡയറക്റ്റ് കമന്റ് പറയുന്നത്. രാഷ്ട്രീയം കണ്ടില്ലേ? തിരക്കൊക്കെ അത്യാവശ്യമുണ്ട്. വോട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ എല്ലാ വോട്ട് പുറത്താണ്. ഈ അൻവറിന്റെ വാതിൽ അടച്ച പോലെ നമുക്കുള്ള വാതിൽ അടയ്ക്കുകയാണല്ലോ അല്ലേ? സെക്കൻഡ് ഫ്ലോർ. ആ, ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ജെൻസ് വെയറിന്റെ ഫ്ലോർ ആണല്ലേ? നിനക്ക് പിന്നെ ലേഡീസ് വെയർ ആണോ? സുരാജ് ജയിക്കും, അല്ലാതെ നേരെ ജയിക്കും. ഇവിടെ സുരാജ് ഇവിടുത്തെ നിലമ്പൂരത്തെ വികസനം കൊണ്ട് സുരാജ് ജയിക്കും. ആര്യടത്തിനും കൊല്ലം നിന്ന് കണ്ട് ഇവിടെ അങ്ങനത്തെ വികസനം ഉണ്ടാക്കി. അൻവർ ഉണ്ടാക്കില്ല, സോന ചെയ്ത പണി ശരിയായില്ല. സ്നേഹം അങ്ങനെയൊന്നുമില്ല. നമ്മൾ CPM-ന്റെ ആളാണ്. അപ്പൊ പിന്നെ അതിലൊരാൾ വന്നപ്പോൾ നമ്മളാണ് വോട്ട് ചെയ്തെന്നുള്ളൂ. ഓൻ വഞ്ചിച്ചോ? അതെ, അതാണ് മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്തു, വഞ്ചിച്ചു അല്ലേ? ആ, വഞ്ചിച്ചു, അതാണ്. അല്ലാതെ ഒന്നും ഉണ്ടായില്ല. പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കുപ്പായൊക്കെ എടുത്തല്ലേ? ഈ വെള്ളക്കുപ്പായം ഈ ഇലക്ഷന് കൂടി കണക്കാക്കിയെടുത്താണോ? നമ്മൾ വെള്ളയാണ്. അല്ല, ഇലക്ഷന്റെ കണക്കിലിടുകയല്ല. ഡ്രസ് നോക്കണ്ടേ? ഇലക്ഷൻ നടക്കുന്ന അറിയോ? ഇവിടെ ഓൾറെഡി കോൺഗ്രസ്സുകാരാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്ത് കണ്ട് ഒരു മാറ്റം എഴുതി കണ്ട് മാറ്റി കൊടുത്തിട്ടുള്ളത്. ആ മാറ്റം മതിയായിട്ടാണ് ഇനിയിപ്പോൾ എന്തുണ്ടായാലും വേണ്ടിയില്ല കോൺഗ്രസിനുള്ള ഒരു ഉറപ്പ്. കോൺഗ്രസിലുള്ള ആൾക്കാരാണ് ഓൾറെഡി ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ മിക്കവാറും ആൾക്കാർ കോൺഗ്രസിലുള്ള ആൾക്കാരാണ്. അവരുടെ വോട്ടാണ് അൻവറിന് കിട്ടിയിരുന്നത്. അതിനിപ്പോൾ തിരിച്ച് കോൺഗ്രസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്.
ഡ്രസ്സിന് കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കൊള്ളാൻ തോന്നുന്നു. പാറ്റേണും കൊള്ളാം അല്ലേ? അടുത്ത റൈഡിന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓ സാധനം കൊള്ളാം, പൊളി. അടുത്ത റൈഡ് നമ്മളെ ഷോ ഇത് ട്രയൽ ചെയ്യാം. സേഫ് എടുക്കുക. എനിക്ക് ഒരു ഡ്രസ്സ് അസീന തന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ അത് ഇടാനുള്ളൊരു പ്ലാനിലാണ്. അസീന നിങ്ങൾ പറയുമ്പോൾ അസീന വൈഫാണ് കേട്ടോ, സ്നേഹസമ്പന്നയായ ഭാര്യ. അപ്പോൾ എനിക്ക് നിലമ്പൂരേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക കവറിൽ ഒരു പുതിയ ഷർട്ടും എല്ലാം തന്നിട്ടുണ്ട്. ഓ സേഫ് പിന്നെ ഇതാണോ നോക്കുന്നത്? പ്ലെയിനാണോ നോക്കുന്നത്? എടുക്കാൻ പറ്റുമോ നോക്കുകയാണ് അല്ലേ? ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നോക്കാം. 40 അല്ലേ? 40. ആണല്ലേ? ഒന്നുകൂടെ ഇട്ട് നോക്കുന്നോ? ചേഞ്ച് ചെയ്ത് നോക്കാം. കടച്ചല്ലോ. ഗംഭീരം. ശരി. അപ്പൊ ഇതിലെങ്കിൽ ഫിക്സ് ചെയ്യാലേ? പെരുന്നാൾ ഷംസീർക്കുണ്ടായി. നമ്മളെ ഫാൻസാ, നിലമ്പൂരിലെ ഫാൻസാ. തോന്നുന്നത് എനിക്ക് തോന്നുന്നതൊക്കെ ലാർജ് വേണ്ടി വരും. അല്ല, ഒരു ചെറിയ ലുക്ക് ലാർജ് വേണം. ഷംസീർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സിമ്പിളനായി, മണവാളനായി കഴിഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് ഇത് ഭയങ്കര അല്ലെങ്കിൽ കാർഗോസ് നിങ്ങളെ രസമല്ല ഇപ്പോഴത്തെ രസം. സേഫിന് പുതിയ ട്രെൻഡിനെ കുറിച്ച് തോന്നുന്നു. ഷർട്ട് കൊള്ളാം. ഇപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം? ഇതിൽ തന്നെ ഇതേ കളറിൽ തന്നെ കാർഗോസ് ഇട്ട് നോക്കണം. എന്താണ് ഉദ്ദേശം? വേറൊരു കാര്യമുണ്ട്, ഇവനെ നമ്മൾ അതിനകത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊരു പുതിയ തലമുറ നമ്മളെങ്ങനെ വയസ്സന്മാര് വിലയിരുത്തിയ കാര്യം. പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ? പെരുന്നാളിവിടെ ഇലക്ഷൻ വന്നപ്പോ ഇവിടെ ആർക്കാ ഒരു ചെറിയ ട്രെൻഡ്? നല്ല ഇതിൽ തന്നെയാണ്. മൂന്നാളും നല്ല മത്സരത്തിലാണ്. മത്സരത്തിലാണ്. കഴിഞ്ഞ തവണ ആർക്കാ ഔട്ട് ചെയ്തേ? കഴിഞ്ഞ അൻവറിന് തന്നെ. ഇത്തവണയോ? നോക്കിയിട്ട് ചെയ്യാന്നുള്ള പ്ലാൻ. ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാന്നുള്ള പ്ലാൻ. ഗംഭീരാണല്ലോ. വേറെന്തോ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. നിലമ്പൂരിലെ പെരുന്നാൾ നമ്മള് പൊളിക്കും. ഭയങ്കര രസമുണ്ട്. നിനക്ക് ഓക്കെ, താങ്ക് യു. അഭിപ്രായം പറയൂ. ഡ്രസ്സും ഒരു റൈഡും പോലെ ബില്ലാക്കല്ലേ? ബില്ലാക്കാം. അപ്പോൾ ഇതാ പെരുന്നാൾ കുപ്പായൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്നാലും ഈ ബിരിയാണിയുടെ കാര്യമാണ് അല്ലേ? നല്ലവരായ നിലമ്പൂരുകാർ നമ്മളെ ആദ്യം മനസ്സിലാക്കാറ്. അത് ആര്യയുടെ മുമ്പതാണെങ്കിൽ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരല്ല പക്ഷേ അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പിടിക്കാം. എന്തായാലും നിലമ്പൂർ അല്ലേ? നിലമ്പാൽ പെരുന്നാൾ ഓൺ. ഓക്കെ.